യെസ് ഹായ് വെച്ചോ ഹലോ നമസ്തേ വെൽക്കം ബാക്ക് ടു എഡ്യൂപോഡ്. നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ സർവനാം എന്ന് പറയുന്നത് അല്ലടാ. ഞാൻ വളരെ സിമ്പിളായിട്ട് ഈ സർവനാമിൻ്റെ മാർക്ക് ഈ ഒരു വീഡിയോ കാണുന്ന ഒരാൾക്ക് പോലും നഷ്ടപ്പെടുത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാണ്. ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സർവനാം എന്ന് പറഞ്ഞ ഒരാൾ ഇത്രക്ക് സിമ്പിൾ ആയിരുന്നോ എന്ന് നിങ്ങളോട് തന്നെ ചോദിച്ചു പോകും. ഇത്രയും കാലമായിട്ട് ഞാൻ എന്തുകൊണ്ട് പഠിച്ചില്ല എന്നൊരു കാര്യം നിങ്ങളോട് തന്നെ ചോദിക്കാൻ പോക്കാണ്. ഈ ഒരു സർവനാം എന്നൊരു കാര്യം ഞാൻ ഈസി ആയിട്ട് വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തൊക്കെയാണ് ഈ സർവനാം എന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്. സോ നേരെ പോവാം. എന്താണ് ഈ സർവനാം എന്ന കോൺസെപ്റ്റ് ഞാൻ നേരെ പറഞ്ഞുതരാടാ. ഒരു സെൻറ്റൻസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബേസിക് സെൻറ്റൻസ് സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അത് വെച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോക്കാണ്. ഇതിലൂടെ പല കാര്യങ്ങളും നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ മനസ്സിലാവും. ഒറ്റൊരു ബേസിക് സ്ട്രക്ചർ എടുക്കുവാണെങ്കിൽ ഒരു സെൻറ്റൻസിൻ്റെ ഏറ്റവും ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, ഒരു വെർബ് ഉണ്ടാവും, ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. ഓക്കെ, സബ്ജക്റ്റ് ഉണ്ടാവും, ഒരു വെർബ് ഉണ്ടാവും, ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. ഇതാണ് ഏറ്റവും ബേസിക് സ്ട്രക്ചർ എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഐ ആം ഗോയിങ് ടു. വേണമെങ്കിൽ സ്കൂൾ എടുക്കാം. ഓക്കെ, ഐ ആം ഗോയിങ് ടു സ്കൂൾ. ഓക്കെ, ഐ ആം യെസ് ഓക്കെ ഐ ആം ഗോയിങ് ടു സ്കൂൾ എന്ന് ഞാൻ എടുത്തു. ഓക്കെ, സോ എന്ത് ചെയ്യുന്നു, ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ കൺവേർട്ട് ചെയ്യുന്നു. ഐ ആം ഗോയിങ് ടു സ്കൂൾ എന്നതിനെ എങ്ങനെയാണ്, സബ്ജക്റ്റ് ആണ് ഐ ആം, ഗോയിങ് ടു ആണ് വെർബ്, ഒബ്ജക്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, സ്കൂളിലേക്ക്. ഓക്കെ, ഗോയിങ് ആണ് വെർബ്, ഓക്കെ, ഒബ്ജക്റ്റ് ആണ് എന്തുള്ളത്, സ്കൂൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ല, ഇതുവരെ ക്ലിയർ അല്ലേ. സോ ഇതിന് എന്ത് ചെയ്തു, നമ്മൾ നേരെ തർജ്ജമ ചെയ്യുന്നു. ഐ ആം ഗോയിങ് ടു സ്കൂൾ എന്ന് മലയാളത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഞാൻ അല്ലേ, ഞാനാണ്. ഐ ആം എന്ന് ഞാൻ, സ്കൂളിലേക്ക് പോകുന്നു എന്നല്ലേ നമ്മൾ മലയാളത്തിൽ പറയാ. ഞാൻ സ്കൂളിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയാ. ഞാൻ സ്കൂളിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ പറയുന്നത്, ഇതിൻ്റെ മലയാളം പറയുന്നത്. ഓക്കെ, ഇതെന്താണ് വ്യത്യാസം വന്നിട്ടുള്ളത്. സ്കൂൾ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഈ രണ്ടാമത് വന്നു അല്ലേ. ഈ ഗോയിങ് ടു എന്നതിൻ്റെ സ്ഥാനത്തേക്ക് ഈ സ്കൂൾ വന്നു. പോകുന്നു എന്നത് എന്തായിട്ടുണ്ടായിരുന്നു, അവസാനം മാറി. രണ്ടാമതുണ്ടായിരുന്ന ആ വെർബ് അവസാനം പോയി. അതുപോലെ തന്നെയാണ് മലയാളം ഹിന്ദി ഭാഷകളിൽ സബ്ജക്റ്റും വെർബും അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ആവും. ഏറ്റവും ബേസിക് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറാണ് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ മലയാളത്തിലും അതുപോലെ തന്നെ ഹിന്ദിയിലേക്കൊക്കെ വരുന്ന സമയത്ത് സബ്ജക്റ്റിന്റെ കൂടെ ഈ വെർബും ഒബ്ജക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ആവും. അപ്പോൾ നമുക്ക് കിട്ടും എങ്ങനെയാണ് ഒരു ഹിന്ദിയിൽ സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റിന്റെ കൂടെ ഒബ്ജക്റ്റ് വെർബ് എന്ന ഫോർമുലയാണ് എന്തുണ്ടാവുക, ഇംഗ്ലീഷിന് ശേഷം മലയാളത്തിലും ഹിന്ദിയിലും സബ്ജക്റ്റിന് ശേഷം ഒബ്ജക്റ്റും വെർബും ആണ് ഉണ്ടാവുക എന്നൊരു കാര്യം നമുക്ക് കിട്ടിയില്ലേ. ഇത് മാത്രം നോളേജ് വെച്ചേ. നിങ്ങൾ എപ്പോഴും ഹിന്ദി എഴുതുമ്പോഴും മലയാളത്തിൽ അതേപോലെ എഴുതിയാൽ മതി. മലയാളത്തിൽ അതിനെ മനസ്സിലാക്കിയിട്ട് ഹിന്ദിയിൽ എഴുതിയാൽ മതി. ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരുന്നത്. ഇതുവരെ ക്ലിയർ അല്ലടാ. ഇനി ഞാൻ നേരെ പറയാം. നമ്മൾ എന്ത് ചിന്തിക്കാൻ പോകുന്നത് ഇതൊന്നുമല്ല. ഓക്കെ, ഈ റൈറ്റിലേക്കുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, നമ്മളിനി അവഗണിക്കുന്നു. നമുക്ക് ഇവരൊന്നും വേണ്ട. നമുക്ക് വേണ്ട ആളാണ് ഈ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഈ എസ് എന്ന് പറഞ്ഞ ആൾ അല്ലേ. ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു എസ് എന്ന് പറഞ്ഞ ആളിനെയാണ് നമുക്ക് വേണ്ടത്. അത് ആരൊക്കെയാടാ, ഈ എസ് എന്ന് പറഞ്ഞ ആൾ ഐ ആം, ഞാൻ. ഈ ഒരു എസ്സിനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, ഈ സബ്ജക്റ്റിലാണ് നമ്മുടെ സർവനാം ഉള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം എന്താണ് ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് അല്ലേ, എസ്സിലുള്ളത്. അവിടെയാണ് നമുക്ക് സബ്ജക്റ്റ് ഒന്നിക്കിൽ എന്താവടാ, ഇംഗ്ലീഷിലെ സബ്ജക്റ്റ് ഒന്നിക്കിൽ എന്താകാം, നൗൺ ആകാം. ഒന്നിക്കിൽ എന്താകാം, നൗൺ ആകാം, അല്ലെങ്കിൽ എന്താകാം, പ്രൊനൗൺ ആകാം. ഒന്നിക്കിൽ നൗൺ ആകാം, അല്ലെങ്കിൽ പ്രൊനൗൺ ആകാം. ഈ നൗണിനെയാണ് നമ്മൾ ഈ ഹിന്ദിയിൽ പറയുന്നത് സജ്ഞ എന്ന് പറയുന്നത്. സജ്ഞ നിങ്ങൾ കേട്ടില്ലടാ, ഭാവവാചക സജ്ഞ, ദ്രവ്യവാചക സജ്ഞ. ഓക്കെ, ഈ പ്രൊനൗൺ എന്ന് പറയുന്നതാണ് സർവനാം എന്ന് പറയുന്നത്. സർവനാം എന്നാണ് പ്രൊനൗൺ എന്ന് പറയുന്നത്. ഇതുവരെ ക്ലിയർ ആണോ? ഇതുവരെ കൺസെപ്റ്റ് ക്ലിയർ അല്ലടാ. സർവനാമും സജ്ഞ വരെയും ക്ലിയർ അല്ലേ. സോ സജ്ഞ സർവനാം എന്ന രണ്ട് ആൾക്കാരെയും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സജ്ഞയും കിട്ടി, സർവനാമും കിട്ടി. അപ്പോൾ എന്താണ് ഈ സജ്ഞയിൽ വരുന്നത്, സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റിൽ ഒന്നിക്കിൽ നൗൺ ആകാം, അല്ലെങ്കിൽ പ്രൊനൗൺ ആകാം എന്നൊരു കാര്യം കിട്ടിയില്ലടാ. എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നൗൺ എന്ന് പറയുന്നത് ആ ഒരു ഒബ്ജക്റ്റിന്റെ പേരിനെയാണ് പറയുക. ആ ഒരു സാധനത്തിന്റെ ആ സബ്ജക്റ്റിന് എന്താണ് ഒരു പേരിനെയാണ് നൗൺ എന്ന് പറയുന്നത്. സജ്ഞ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും പേര്. എൻ്റെ പേര് ധീരജ് അല്ലേ, എൻ്റെ പേര് ധീരജാണ്. അപ്പോൾ എന്താണ്, അതൊരു നൗണാണ്. അല്ലെങ്കിൽ എന്താണ്, ഞാൻ പറയുന്നു എൻ്റെ അതിനുശേഷം ഞാൻ പറയുന്നു മരം, ട്രീ, അതും എന്തെടുക്കാം, അതും നൗണായിട്ട് എടുക്കാം. എല്ലാം നൗണിലാണ് വരിക. മറിച്ച് പ്രൊനൗണിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ് ഈ സർവനാം എന്ന് പറയുന്നത്. അതിനാണ് ഈ പ്രൊനൗൺ എന്ന് പറയുന്നത്. ഇവിടെ ധീരജ് എന്ന് ഉപയോഗിച്ചു. ഇവിടെ പ്രൊനൗൺ എന്താടാ, ഞാൻ ധീരജ് എന്ന് പറയുന്ന നേരം ഐ ആം ഒക്കെ പറയുന്നില്ലേ. ഇതൊക്കെയാണ് ഈ പ്രൊനൗണിൽ വരുന്നത്. അയ്യോ ദേവി, ഹി ഷീ ഇറ്റ്. ഓക്കെ, അയ്യോ ദേവി, ഹി ഷീ ഇറ്റ് എന്ന് പറയുന്നതൊക്കെയാണ് ഈ സർവനാം എന്ന് പറയുന്ന പ്രൊനൗണിലേക്ക് വരുന്നത്. സോ പ്രൊനൗൺ ആണ് ഇംഗ്ലീഷ് വേർഷൻ. നമുക്ക് കിട്ടിയില്ലേ, ഐഡിയ കിട്ടിയില്ലേ, കോൺസെപ്റ്റ് കിട്ടിയില്ലേ. ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് തന്നെ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സർവനാമിനെ മനസ്സിലാക്കാം. ക്ലിയർ അല്ല, സർവനാം ഓക്കെ അല്ലേ. സർവനാം എന്ന് പറയുന്നത് നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. സർവനാം എന്ന് പറയുന്നത് സബ്ജക്റ്റിൻ്റെ ആ സ്ഥാനത്ത് വരുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കി എന്താണ് ഈ സർവനാം എന്ന് പറയുന്നത്. സർവനാമിൽ ഏറ്റവും ബേസിക് ഉള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞുതരാം. സർവനാം ഇപ്പോൾ അയ്യോ ദേവി, ഹി ഷീറ്റ് എന്ന് പറഞ്ഞില്ലേ, അതെന്നെ നമുക്ക് മനസ്സിലാക്കാം. ഐ എന്ന് വെച്ചാൽ എന്താടാ, ഐ എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ എന്നാണ് പറയാം അല്ലേ. ഞാൻ
ഓക്കെ, ഞാൻ അതിന് നമ്മൾ പറയും, അതിന് നമ്മൾ ഹിന്ദിയിൽ പറയും മേ. ഓക്കെ, ക്ലിയർ അല്ലടാ? അപ്പോൾ സാറേ ഈ മേര എവിടെ നിന്നാണ് വരുന്നത്? പലപ്പോഴും ചോദിച്ചു സാറേ മേര, മേരി ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മേര, ഈ മേരി എന്നൊക്കെ വരുന്നത് നമുക്കറിയാം. നമ്മളെപ്പോഴും ഞാൻ മാത്രമാണോ മലയാളത്തിൽ ഉപയോഗിക്കുക? അല്ല, ഐ ആം, മൈൻ. ഓക്കെ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലേ? ഐ എം മൈൻ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. സോ എങ്ങനെ ഉപയോഗിക്കും? ഐ മൈൻ എന്ന് പറയുമ്പോൾ എൻ്റെ എന്നല്ലേ, എൻ്റെ. ഓക്കെ, മൈൻ എൻ്റേതാണ്. ഓക്കെ, മീ എന്ന് പറഞ്ഞാൽ എന്താണ്? മീ ഞാനായിട്ട് ഉപയോഗിക്കാം. ഇതൊക്കെ നമ്മൾ ആ രീതിയിൽ മൈൻ എൻ്റേതാണ്, മൈനാണ്. ഐ ആം എന്ന് പറയുന്നിടത്ത് എന്താണ്? ഞാൻ എന്ന രീതിയിൽ. അതൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഐ ആം, മൈന്, മീ ഇങ്ങനെയൊക്കെ ഒരുപാട് യൂസേജ് ഞാനുണ്ട് അല്ലേ? ഇവിടെ എന്താണ്? മലയാളത്തിലായാലും എന്താണ്? എൻ്റെ പേര് ധീരജ് എന്ന് പറയാൻ ഞാൻ എന്നുള്ളത് എൻ്റെ എന്നുണ്ട്. അതുപോലെ പല തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ നൗണിനെ തന്നെ നമ്മൾ എന്തുണ്ട്? പല തരത്തിൽ നമ്മൾ ഉപയോഗിക്കും. സർവനാമിനെ തന്നെ നമ്മൾ പല തരത്തിൽ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഉപയോഗിക്കുന്നതാണ് ഈ മേൻ്റെ ഒരുപാട് ഫോർമാറ്റ് ആണ്. അതെങ്ങനെയാണ്? ഈ സർവനാമിൻ്റെ കൂടെ കാരക ചേരുമ്പോൾ, വിഭക്തി ചേരുമ്പോഴാണ് മേ പ്ലസ് ക മേര, മേ പ്ലസ് കി മേരി. ആ ഒരു പ്രിപ്പോഷൻ എന്ന് പറഞ്ഞൊരു കാര്യമില്ലേ? ആ ഒരു പ്രിപ്പോഷൻ ഹിന്ദി അത് പോസ്റ്റ് പൊസിഷൻ ആണ്, കാരക എന്നാണ് പറയുക. ആ ഒരു കാരക കൂടെ ചേരുമ്പോഴാണ് ഹിന്ദി കിട്ടുന്നത് നമുക്ക് ആവശ്യമുള്ള മേര, മേരി, മുജ്കോ, മുജെ ഇതൊക്കെ കിട്ടുന്നത് എന്നൊരു കാര്യം നിങ്ങൾ ഓർക്കണം. സോ അതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഈ ഒരു മേയിൽ നിന്നാണ് മേര ഒക്കെ വരുന്നത്, മേരി വരുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെയുണ്ടാ? ഈ ഞാൻ എന്ന് പറയുന്നതിൻ്റെ ഒരു കോൺസെപ്റ്റ് ആണ് മേ. അപ്പോൾ ഞാൻ എന്ന് കിട്ടി. ഓക്കെ, ഇത് ക്ലിയർ അല്ലടാ? മേ ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് ഈ കാരക നമ്മൾ ഉപയോഗിക്കുന്നത്. മെയിൻ യൂസേജ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ട് തന്നെയാണ്. നമ്മൾ പ്രാക്ടിക്കൽ യൂസേജിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എപ്പോഴും നമ്മൾ ഐ മാത്രമല്ലല്ലോ ഞാൻ പറയാം, എപ്പോഴും ഐ വെച്ചിട്ട് മാത്രമല്ല നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ക്ലിയർ അല്ലടാ? അതുവരെ ക്ലിയർ അല്ലേ? സോ ഇനി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹം എന്ന് വെച്ചാൽ എന്താടാ? ഹം എന്ന് വെച്ചാൽ എന്താണ്? ഞങ്ങൾ എന്നതിനെയാണ് ഹം പറയാം, ഞങ്ങൾ. ഓക്കെ, ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? വി ആണല്ലേ? ഇംഗ്ലീഷിൽ അതിനെ വി എന്നാണ് പറയാം. മറിച്ചത് എന്താണ്? ഹി ഷീ ഇറ്റ്, വഹ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. ഹി ഷീ ഇറ്റ് ഹിന്ദിയിലെ സർവനാമാണ് വഹ്. വഹ് എന്ന് വെച്ചാൽ ഹി ഷീ ഇറ്റ്. അവൻ, അവൾ, അത്. അവൻ ആകാം, അവളാകാം, അതാകാം. സോ ക്ലിയർ അല്ല? ഇതൊക്കെയാണ് സർവനാമിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സർവനാമം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പഠിക്കേണ്ട സർവനാമാണ് മെയിനായിട്ട് ഈ ആൾക്കാരെ തന്നെ പഠിക്കേണ്ടത്. മേം എന്താണെന്ന് ഓർത്ത് വെക്കണം. മേ എന്ന് വെച്ചാൽ എന്താടാ? ഞാനാണ്. ഓക്കെ, അതിൻ്റെ കൂടെ വിഭക്തി ഉണ്ട്. എന്തൊക്കെയുണ്ട്? കാ, ഖേ, കി, ने, को, से, മേ, പർ, കേലിയെ. അത് കേലിയെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് കുറവ്. മേരെ ലിയെ, എനിക്ക് വേണ്ടി എന്ന് പറയാനാണ്. ഇതിൻ്റെ കൂടെ ഈ മേയുടെ കൂടെ ഇത്രയും ആൾക്കാർ ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത് കണ്ടാലോ? മേ പ്ലസ് കായാണ്, നമുക്ക് അതിൻ്റെ ആളെ കിട്ടും. പ്രൊഡക്റ്റ് കിട്ടും. മേര, മേരാ നാം ഏനാ, മേരാ നാം. അടുത്തതാണ് മേരെ, മേരെ ഘർ, മേരി സ്ത്രീലിംഗം. മേനെ പാസ്റ്റിൽ പറയാൻ, പാസ്റ്റ് മേനെ ഞാൻ ചെയ്തു. മുജ്കോ, മുജെ, മുജ്കോ എനിക്ക്, എന്നെ. മുജ്കോ അല്ലെങ്കിൽ മുജെ വരും, രണ്ടാൾ ഈ കോല് വരും. ഓക്കെ, കോ സീരീസിൽ രണ്ടാൾ ഉണ്ടാവും. ആപ്പൊഴിച്ച് ബാക്കി എല്ലാ സർവനാമിലും ഈ കോ സീരീസിൽ രണ്ടാൾ ഉണ്ടാവും. ഇതുപോലെയാണ് മുജ്സെ എന്നോട്, മുജുമേം എന്നിൽ, മുജുപ്പർ. ഇതുവരെ ക്ലിയർ അല്ലടാ? ഇതുവരെ ക്ലിയർ അല്ലേ? ഇതൊക്കെയാണ് ഈ സർവനാമിൻ്റെ കൂടി ഈ കാരക കിട്ടിയിട്ട് നമുക്ക് ഇടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. അതാണ് റിസൾട്ട്. ഇനി മെയിനായിട്ടുള്ള എല്ലാ സർവനാമം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട സർവനാമാണ് മേം എന്ന് വെച്ചാൽ എന്താടാ? മേം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. മേം എന്ന് വെച്ചാൽ ഞാനാണ്, മെയിനായിട്ടുള്ള ആളാണ്. അടുത്ത ആളാണ് തൂ എന്ന് പറയുന്നത് നീയാണ്. തൂ എന്ന് പറഞ്ഞാൽ നീ എന്ന് പറയാനാണ്. തും എന്ന് പറഞ്ഞാൽ എന്താടാ? തും എന്ന് പറഞ്ഞാൽ റെസ്പെക്ട്ഫുൾ ആയിട്ട് പറയും, കുറച്ചുകൂടി മീഡിയം റെസ്പെക്റ്റ് ആണ്. നിങ്ങൾ എന്നാണ് പറയാ. ആപ്പ് എന്ന് വെച്ചാൽ എന്താടാ? ആപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താങ്കൾ എന്ന് പറയാനാണ് നമ്മൾ ആപ്പ് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് നീ, നിങ്ങൾ, താങ്കൾ. അടുത്തത് എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ്. വി ആണ്, വി. അടുത്ത വഹ് എന്ന് വെച്ചാൽ എന്താണ്? വഹിൻ്റെ പ്ലൂരലാണ് വേ എന്ന് പറയുന്നത്. അതിനെ വഹിന് നമ്മൾ പറയുന്നത് അവനാകാം, ഒന്നിക്കിൽ അവനാകാം, അല്ലെങ്കിൽ അവളാകാം, അല്ലെങ്കിൽ അത് ആകാം. ഇതാണ് വഹിൻ്റെ യൂസേജ്. അടുത്ത വരുന്നതാണ് വേ എന്ന് പറയുന്നത്. അവർ എന്ന് പറയാനാണ് വേ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതുവരെ ക്ലിയർ അല്ലടാ? വേ എന്ന് വെച്ചാൽ അവറാണ്. ഇത് സിംഗുലർ ആണ്, ഇത് പ്ലൂരലാണ്. വഹിൻ്റെ പ്ലൂരലാണ് വേ. ഓക്കെ, വേ എന്ന് പറയുന്നത്. ഓക്കെ, അതുവരെ ക്ലിയർ അല്ലേ? അടുത്ത ആളാണ് നമ്മൾ പറയുന്നത് യഹ് എന്ന് പറയുന്നത്. യഹ് എന്ന് പറയുന്നത് എന്തൊക്കെയാടാ? യഹ് എന്ന് പറയുന്നത് ഇവനാകാം. വഹിൻ്റെ പോലെ തന്നെ യൂസേജ് ആണ്. ഈ ആ മാറിയിട്ട് ഈ ആയി മാറും. ഇവനാകാം, ഇവളാകാം. ഇതൊക്കെ എഴുതണേ നിങ്ങൾ, എൻ്റെ കൂടെ എഴുതി വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. അടുത്ത് ഇതിൻ്റെ പ്ലൂരൽ വേർഷനാണ് വേ എന്ന് പറയുന്നത്. വേ കഴിഞ്ഞില്ലേ? വേ അവിടെ കഴിഞ്ഞു. ഇത് യഹിൻ്റെ പ്ലൂരലാണ്. ഇത് യഹ് ആണ്, നിങ്ങൾ മിസ്സാക്കരുത്. യഹ്. ഓക്കെ, യഹിൻ്റെ പ്ലൂരലാണ് എ എന്ന് പറയുന്നത്. എ എന്ന് വെച്ചാൽ ഇവർ എന്ന് പറയാനാണ് ഇവർ. ഇതുവരെ ക്ലിയർ അല്ലടാ? ഈസി അല്ലേ? ഇതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ ഇത്രയും ആൾക്കാരെയാണ് സർവനാമം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി വ്യത്യാസം എന്താണ്? കാരക ചേരുമ്പോൾ മാറുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ വഹിൻ്റെ സീരീസിൽ നോക്കാൻ പോകുന്നത്. വഹ് ആണെങ്കിൽ, വഹിൻ്റെ കൂടെ വരുവാണെങ്കിൽ വഹ് എപ്പോഴും എന്തായി മാറൂടാ? വഹ് നേരെ പോയി ഉസ് എന്നായി മാറും.
ഇത് നിങ്ങൾ ഓർത്തു വെക്കണം. വഹിൻ്റെ കൂടെ ഉസ്സാവും, വേ എൻ്റെ കൂടെ എന്തായി ഉൻ ആയി മാറും, വേൻ്റെ കൂടെ ഉന്നായി മാറും. അങ്ങനെയാണ് ആ സീരീസ് വരിക. ഓക്കെ, വഹാണെങ്കിൽ ഉസ്സിലാണ്ടാവുക, വഹ് പ്ലസ് ക ഉസ്ക, വഹ് പ്ലസ് കെ ഉസ്കെ, വഹ് പ്ലസ് കി ഉസ്കി, വഹ് പ്ലസ് നെ ഉസ്നെ. ഓക്കെ, അങ്ങനെ വഹി കൂടുമ്പോൾ ഉസ് എന്ന രീതിയിലാണ് വരിക. വേ ആണെങ്കിൽ എന്താടാ, ഇത് സിംഗുലർ ആണ്, അവൻ അവൾ അത് സിംഗുലർ ആണ്. വേ എന്ന് വെച്ചാൽ പ്ലൂരൽ ആണ്, അവർ എന്ന് പറയാനാണ്. വേ പ്ലസ് ക ഉനുക്ക, അവർ അല്ലെ, ഉനിക്കേ ഉനിസേ, അതാണ് ഈ വേ വരുമ്പോൾ. അപ്പൊ യഹ് വരുമ്പോൾ എന്താടാ, യഹ് വരുമ്പോൾ അതുപോലെ തന്നെയാണ്. യഹ് വരുമ്പോൾ ഇവിടെ ഉസ് ആണെങ്കിൽ, കാരണം ഹ ഇവിടെ ഓൾറെഡി ഉണ്ട്, അപ്പൊ സ അവിടെ വേണം, സ അവിടെ ഉണ്ട് അല്ലെ, സ ഉണ്ട്. അപ്പൊ എന്താണ്, ഇസ് എന്നായി മാറും, ഇ ആയി മാറി. യഹ് വന്നാൽ ഇ ആയി മാറി, യഹ് ഇ. അപ്പൊ എ ആണെങ്കിൽ അവിടെ പറഞ്ഞാടാ, കമന്റ് ബോക്സിൽ പറഞ്ഞേ, എ ആണെങ്കിൽ എന്ത് വരും, യഹ് വരുമ്പോൾ ഇതേ സീരീസ് നോക്കുവാണെങ്കിൽ ഊ ആണ്, ഇ ആയി നേരെ നാ വേണം, ഉറപ്പാണ്. എ ആയതുകൊണ്ട് നാ വേണം, മറിച്ചെന്താണ് ഊക്ക് പകരം ഇ ആണ്. ഇവിടെ എന്തായി, ഇൻ ആയി മാറി. രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഈസിയായിട്ട് അവിടെ കണക്ട് ആയി. ഓക്കെടാ, ഇൻ ആയി മാറി. ക്ലിയർ അല്ലേ, ഇതുവരെ ക്ലിയർ അല്ലേ, പക്കിയല്ലേ, മനസ്സിലായില്ലേ? വഹ് പ്ലസ് ക ഉസ്ക, യഹ് പ്ലസ് ക ഇസ്ക, വേ പ്ലസ് ക ഉനിക്ക, യെ പ്ലസ് ക ഇനിക്ക. സോ ഈ ഒരു സ്ട്രക്ചറിലാണ് വഹും വേയും മാറുന്നത്. ഓക്കെ, സോ ഇതുവരെ ക്ലിയർ ആണല്ലോ. ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യാം, ടേബിൾ വെച്ചിട്ട് ഇതിനെല്ലാം പഠിക്കാം. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണ്. സർവനാമം നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി. സർവനാമം എന്ന് വെച്ചാൽ പ്രൊനൗൺ ആണ്, നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ സർവനാമം എന്ന് പറയുന്നത് എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാ സർവനാമം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഏതൊക്കെ സർവനാമങ്ങളാണ് ഇമ്പോർട്ടൻസ്, എല്ലാ സർവനാമം നമുക്കിപ്പോൾ പഠിക്കാനുള്ളതും ഇനി നിങ്ങൾക്ക് എഴുതാനൊക്കെ ആവശ്യമുള്ള എല്ലാ സർവനാമം ഞാൻ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ നേരിട്ട് ഇനി എങ്ങനെയാണ് യൂസേജ് എന്ന് പറഞ്ഞുതരാം. ഇതുപോലെ ടേബിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിനൊക്കെ എങ്ങനെ കണക്ട് ചെയ്യാം ഈ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. എക്സ് ആക്സിസും വൈ ആക്സിസും എടുക്കുക. എക്സ് ആക്സിസിൽ എന്തെടുക്കുന്നതാ, എക്സ് ആക്സിസ് ഇതുപോലെ നല്ല ടേബിളൊക്കെ വരച്ചു വെച്ചു. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നല്ല ഇങ്ങനെ ബ്ലാങ്ക് ആക്കി, ഫസ്റ്റ് പേജ് ബ്ലാങ്ക് ആക്കി ഇട്ടു. ഓക്കെ, സോ എക്സ് ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സിന് മൊത്തമായിട്ട് ഞാൻ വരക്കാൻ പോക്കാണ്. എന്തിനെടുക്കാൻ പോക്കാണ്, ഈ കാരകി എന്ന് പറഞ്ഞ ആളില്ലേ, കാരകി, കാക്കേക്ക് നെക്കോസെ എന്ന് പറഞ്ഞില്ലേ, അതിന് മൊത്തം ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ് ആക്സിസിൽ എഴുതുവാണ്. കാരകി എന്ന് പറഞ്ഞ ആളെ കാ, ഓക്കെ, കെ की ने को से में पर കേലിയെ എന്ന് വെച്ചാൽ വേണ്ടി എന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേലിയെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ പറ എന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിൽ ഓൺ എന്നതിൻ്റെ യൂസേജ് ആണ്. ഓൺ. ഈ മേം എന്ന് പറയുമ്പോൾ ഇൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സേ എന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഫ്രം ഒക്കെ പറയാൻ സേ എന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാറുണ്ട്. സോ അവനോട്, അവിടെ നിന്ന് ഒക്കെ സേ നമ്മൾ ഉപയോഗിക്കും. വഹാസേ അവിടെ നിന്ന്, ഉസ്സേ അവനോട് ഒക്കെ നമുക്ക് ഈ സേ വെച്ച് ഉപയോഗിക്കാം. ഖോ എന്ന് പറയുന്നത് എപ്പോഴും രണ്ടെണ്ണം വരും, ആപ്പിന്റെ കേസിൽ മാത്രം ഇല്ലാണ്ടില്ല. എക്സ് ആക്സിസ് ക്ലിയർ അല്ല. വൈ ആക്സിസിൽ നമുക്കറിയുന്ന സർവനാം മൊത്തം എഴുതുക. നമുക്കറിയുന്ന സർവനാം എഴുതുക. ഏതൊക്കെ നമ്മൾ പഠിച്ചു നേരത്തെ സർവനാം? മേ ഉണ്ടല്ലേ, മേ ഉണ്ട്. തൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു. അടുത്ത തുമ്മു പഠിച്ചു, ആപ്പ് പഠിച്ചു, താങ്കൾ. ഓക്കെ, അടുത്തെന്താണ്, വഹ് പഠിച്ചു, യഹ് പഠിച്ചു. വഹിന്റെ പ്ലൂരൽ എഴുതാം, വേ എഴുതി. യഹ് പഠിച്ചു, എ എഴുതി. വേണമെങ്കിൽ തുമ്മും വേണമെങ്കിൽ ഹമ്മും എഴുതാം. തൂത്തും ആപ്പും ഒരുമിച്ചാണ് എഴുതേണ്ടത്. പക്ഷെ ഞാൻ താഴെ എഴുതി ഹം എഴുതി. പിന്നെ ജോ എന്നൊക്കെ വരുന്നുണ്ട്. ഹം എന്ന് വെച്ചാൽ ഞങ്ങളാണ്. ഇതുവരെ ക്ലിയർ അല്ലടാ. ഇനി എന്ത് ചെയ്യണം, നമ്മൾ രണ്ടിനെയും കണക്ട് ചെയ്ത് എഴുതാൻ പോക്കാം. ഇനി നിങ്ങളെ കൊണ്ട് തന്നെ പറ്റും, എല്ലാവരെ കൊണ്ടും പറ്റും. എങ്ങനെ എഴുതാം? മേ പ്ലസ് ക, മേയും കായും ഇവിടെ ആഡ് ചെയ്യുക. ഇത് രണ്ടും കൂടി കൂടിയിട്ട് ഇവിടെ റിസൾട്ട്, ഇത് രണ്ടും കൂടി കൂടിയിട്ട് ഇതിന്റെ റിസൾട്ട്, ഇത് രണ്ടും കൂടി ചേർന്ന് ഇവിടെ റിസൾട്ട്, ഇതിന് ഇവിടെ ചേർത്തിട്ട് ഇവിടെ എഴുതുക, ഇതിന് ഇവിടെ ചേർത്തിട്ട് എഴുതുക. എല്ലാത്തിനും എന്ത് ചെയ്യുന്നു, നമ്മൾ ക്രോസ് ചെയ്തിട്ട് അതിന് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ പഠിക്കാൻ പോക്കാണ്. ക്ലിയർ അല്ലടാ. ഈസി അല്ല. നമുക്ക് തുടങ്ങിയാലോ? എങ്ങനെ എഴുതാൻ ഞാൻ കാണിച്ചു തരാം. സോ ഫട്ടാഫട്ട് സ്ഥലത്തെ വെച്ചോ, റെഡി. സോ ഞാൻ പഠിച്ചത് എങ്ങനെ എഴുതാം. എങ്ങനെയാണ്? മേ പ്ലസ് ക നമുക്കറിയാം, മേര എന്ന് വരും. മേര. അടുത്ത മേ പ്ലസ് കെ, മേരെ. ഈസി അല്ലടാ, എളുപ്പമല്ലേ, കിട്ടുന്നില്ലേ? മേ പ്ലസ് കോ എന്തായിട്ടും മേ പ്ലസ് കീ എന്താണ്? മേരി എന്നാണ് വരിക. ഇത് കീ ആണ്, മേരി. ഓക്കെ, മേരി. അടുത്തെന്താണ്? മേ പ്ലസ് നെ, മേനെ. പാസ്റ്റിൽ ഉപയോഗിക്കാനാണ്, സിമ്പിൾ പാസ്റ്റിലാണ് നെ ഉപയോഗിക്കുക. മേനെ, പാസ്റ്റ്. മേ പ്ലസ് കോ, മുജ്കോ, മുജെ. മേ പ്ലസ് കോ എന്ന് പറയുന്നത് മുജ്കോ അല്ലെങ്കിൽ എന്തായി മുജെ എന്ന് പറയാൻ ഉപയോഗിക്കാം. രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. മേ പ്ലസ് കെ എന്ന് പറയുന്നത് മുജ്കോ അല്ലെങ്കിൽ എന്താടാ മുജെ എന്ന രീതിയിൽ ഉപയോഗിക്കാം. നമുക്ക് എങ്ങനെ എഴുതാം? രണ്ടെണ്ണം ഇവിടെ എപ്പോഴും വരും. മുജ്കോ, എനിക്ക് അല്ലെങ്കിൽ എന്നെ. മുജ്കോ അല്ലെങ്കിൽ മുജെ. എനിക്ക് എന്നെ എന്ന് പറയും. മുജ്സെ എന്നോട്. മുജുമേം എന്നിൽ. മുജുമേം എന്ന് പറഞ്ഞാൽ എന്താടാ എന്നിൽ എന്നാണ്. മുജുപ്പർ അതും എന്നിൽ എന്ന് പറയാൻ ഉപയോഗിക്കാം. അടുത്ത മേരേ ലിയെ എന്നാണ് പറയാം. മേരേ ലിയേ ഹെനാ, മേരേലിയെ. ഇങ്ങനെയാണ് അത് കണക്ട് ചെയ്യുക. ക്ലിയർ ആണോടാ? എനിക്ക് വേണ്ടി. സോ അടുത്തത് തൂ. അപ്പം നിങ്ങളോട് ചോദിക്കുവാണ്, ഇപ്പം ഇത് തന്നു, മേനെ എന്ന് തന്നു. മേനെ എന്ന് തന്നിട്ട് നിങ്ങളോട് പറയാണ് എന്താടാ ഇതിൻ്റെ അകത്തുള്ള സർവനാം ആരാണ്? മേനെ തന്നിട്ട് ചോദിച്ചു നിന്നോട് ഇതിൻ്റെ സർവനാം ആരാണ്? നിങ്ങൾക്കറിയാം, കാരണം ഇതിൻ്റെ സർവനാം എന്ന് പറഞ്ഞ ആള് വൈ ആക്സിസിലുണ്ട്. ഇതിൻ്റെ സർവനാം വൈ ആക്സിസിലുണ്ട്. മേ ആണ് അതിൻ്റെ സർവനാമും, അതിൻ്റെ വിഭക്തി നേ ആണ്. മേ എന്ന സർവനാമിൻ്റെ കൂടെ വിഭക്തിയായിട്ടുള്ള അല്ലെങ്കിൽ കാരകമായിട്ടുള്ള പ്രത്യയമായിട്ടുള്ള നേ ചേർന്നപ്പോഴാണ് നമുക്ക് മേനെ എന്ന് കിട്ടിയത്. ഐ കൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് സർ എന്ന് നിങ്ങൾക്ക് പറയാൻ
കഴിയില്ലടാ. മേനെ ചെന്ന് കഴിഞ്ഞാൽ അതിലെ ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മേ ആണ് സർവനാം, നേ ആണ് അതിന്റെ വിഭക്തി. ഈസി അല്ലേ, സിമ്പിൾ അല്ലേ? ഇതാണ് നിങ്ങൾക്ക് ചോദ്യപേപ്പറിൽ ചോദിക്കുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ. പഠിച്ചില്ലേ? ഈസി അല്ലേ, പക്കയല്ലേ? ഇനി അടുത്തതൊക്കെ എങ്ങനെ ചെയ്യാം? തൂ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാടാ? തൂ പ്ലസ് കാ തേരാ എന്നാ തേരാ, തേരേ, തേരി, തേരി മേരി എന്നാ തേരി, അങ്ങനെയാണിത് പോവുക. അവിടെ എന്താണ്? തൂനെ, തൂനെ ക്യാ കിയാ എന്നാ തുജിക്കോ. ഓക്കെ, തുജിക്കോ അല്ലെങ്കിൽ തുജെ എന്നാണ് ഇവിടെ വരിക. തുജിക്കോ അല്ലെങ്കിൽ തുജെ. അടുത്ത തുജിസെ, തുജിസെ നിന്നോട്. തുജുമേ, തുജുമേം നിന്നിൽ, തുജുമേം എന്ന് വെച്ചാൽ നിന്നിൽ എന്ന് പറയാനാണ്. അടുത്ത തുജുപ്പർ, അടുത്ത തേരേലിയെ, തുജുപ്പർ തേരേലിയെ എന്ന് അവിടെ വരും. അടുത്ത നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആളാണ് ആപ്പ്. ആപ്പ് വളരെ സിമ്പിൾ ആടാ. ആപ്പ് വളരെ സിമ്പിൾ ആണ്. ആ പ്ലസ് ക ആപ്ക, ആ പ്ലസ് കെ ആപ്കെ, ആ പ്ലസ് കി ആപ്കി, ആ പ്ലസ് നെ ആപ്നെ, ആ പ്ലസ് കോ ആപ്കോ. ഇത് മാത്രമേ ഒന്ന് വരെയുള്ളൂ. ഈ ഒരു ബോക്സിൽ ആപ്പിൻ്റെ സീരീസിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഒരാൾ മാത്രമേ ഈ ബോക്സിൽ വരൂ. ബാക്കി എല്ലാത്തിലും രണ്ടാളുണ്ടാവും. ഇതിലെപ്പോഴും രണ്ടാൾ ചേരുന്നതാണ് ഈ കോൻ്റെ സീരീസ്. എപ്പോഴും രണ്ടാളുണ്ടാവും. പക്ഷേ ആപ്പ് മാത്രം ഒറ്റയ്ക്കേ ഉള്ളൂ. ആപ്പ് ഒറ്റയ്ക്ക് വന്ന ആളാണ്. ഓക്കെ, ആപ്പ് മാത്രമേ എന്തുള്ളൂ നമുക്ക് ഒറ്റയ്ക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. റെഡി അല്ലടാ? അടുത്തത് ആ പ്ലസ് എ ആപ്സെ. താങ്കളോട് കുറച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആപ്സെ, ആപ്മേ താങ്കളിൽ, ആപ്പർ ഓക്കെ, ആപ്കെ ലിയെ താങ്കൾക്ക് വേണ്ടിയിട്ട്, ആപ്കെ ലിയെ എ ഗ്ലാസ് ചായ്. ക്ലിയർ അല്ലടാ? ഈസി അല്ലേ? സ്റ്റിക്ക് അല്ലേ? മേലെ നോക്കുന്നു, താഴത്തേക്ക് മാറ്റിയായിരുന്നു. ഓക്കെ, അടുത്തത് വഹ് ആണ്. വഹ് വരുമ്പോൾ ഞാൻ പറഞ്ഞു വഹ് ആണെങ്കിൽ ഉസ്സാണ്. വാ വേ. വഹ് ആണുമ്പോൾ ഉസ്സാണ്, വേ വരുമ്പോൾ ഉന്നാണ്. വഹ് വരുമ്പോൾ ഉസ്സാണ്, വേ വരുമ്പോൾ ഉന്നാണ്. ഇതങ്ങനെ പഠിച്ചു വെച്ചോ. വഹ് വരുമ്പോൾ ഉസ്സാണ്, വേ വരുമ്പോൾ ഉന്നാണ്. യഹ് വരുമ്പോൾ ഇസ്സാണ്, യേ വരുമ്പോൾ ഇന്നാണ്. യഹ് വരുമ്പോൾ ഇസ്സാണ്, യേ വരുമ്പോൾ ഇന്നാണ്. ക്ലിയർ അല്ലേ? യഹ് വഹ് പ്ലസ് ക. വഹ് പ്ലസ് കെ എന്താടാ? വഹ് പ്ലസ് ക എന്ന് പറയുമ്പോൾ ഉസ്ക എന്ന് വരും. ഓക്കെ, വഹ് പ്ലസ് ക, വഹ് പ്ലസ് കെ ഉസ്കെ, वह प्लस की उसकी. इसी इसी वेरी इसी. वह प्लस ने उसने, वह प्लस को उसको അല്ലെങ്കിൽ ഉസ്സേ എന്ന് വരും. ഉസ്കോ അല്ലെങ്കിൽ ഉസ്സേ എന്ന് വരും. ഓക്കെ, വഹ് പ്ലസ് കോ ഉസ്കോ അല്ലെങ്കിൽ ഉസ്സേ എന്ന് വരും. ഓക്കെ, ഉസ്സേ मैंने कहा था. ഓക്കെ, ഉസ്കോ അല്ലെങ്കിൽ ഉസ്സേ. അടുത്തെന്താണ്? അടുത്ത വഹ് പ്ലസ് ഉസ്സേ അവനോട്, ഉസ്മേം അവനിൽ, ഉസ് പർ. ക്ലിയർ അല്ല? ഇനി നിങ്ങളോട് ചോദിക്കുവാണ് ഉസ്നെ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഉസ്കെ എന്നതിൽ ഏതാണ് സർവനാം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കത്തില്ലടാ. ഉസ്കെ എന്ന് തന്നു, അല്ലെങ്കിൽ ഉസുമേ എന്ന് തന്നു, അല്ലെങ്കിൽ ഉസ്കോ തന്നു. ഇതിലെ സർവനാം ഏതാടാ? വഹ് ആണ്. ഉത്തരം ആരാടാ? സർവനാം മൊത്തം എവിടെയാണ്? സർവനാം മൊത്തം വൈ ആക്സിസിലാണ്. വൈയിലാണ് മൊത്തം സർവനാം ഉള്ളത്. വഹ് ആണ്. ഉസ്ക എന്നതിലെ സർവനാം ആരാടാ? വഹ് ആണ്. ക്ലിയർ അല്ലേ? കിട്ടിയില്ലേ? ഈസി അല്ലേ? ഇനി നമ്മൾ അടുത്താൾ നോക്കുന്നു. വേ ആണ്. വേ ആണെങ്കിൽ എന്താ? വേ ആണെങ്കിൽ ഉനുക്ക എന്നാണ്. വേ ആണെങ്കിൽ ഉനുക്ക, ഉനുക്കെ. വേ ആണെങ്കിൽ ഉനുക്ക. ഇത് ഉനുക്കയായി, ഉനുക്കി എന്നായി മാറി. ഉനുക്കി, ഉനിസെ, ഉനോനെ. വേ പ്ലസ് നെ, വേ പ്ലസ് നെ ഉനോനെ. ഓക്കെ, ഉനോനെ. ഉനുക്കോ, ഇത് ഉനുക്കോ ആവും, അല്ലെങ്കിൽ ഉനേം എന്നാവും. ഉനുക്കോ അല്ലെങ്കിൽ ഉനേം, ഉനുക്കോ അല്ലെങ്കിൽ ഉനേ. ഇത് രണ്ടാളും വരുന്നത് എവിടെയാണ്? കോലാണ് ഉനുക്കോ ഉനേ വരുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിച്ചു ഈ ഉനേം എന്ന് തന്നു. ഉനേം എന്ന് തന്നിട്ട് ചോദിച്ചു നിങ്ങളോട് ഈ ഉനേം എന്നത് ആരിലാണ് വരുന്നത്? ഉനേം എന്ന് വരുവാണെങ്കിൽ വേ ആണ് സർവനാമേ. പഠിച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിക്കാൻ ചാൻസ് കൂടുതൽ തന്നെയാണ്. വേ ആണ്. ഉനേ, ഉനുക്കോ അല്ലെങ്കിൽ ഉനേൽ ഏതെങ്കിലും ഒരാളെ തന്നിട്ട് ചോദിക്കും സർവനാമം ഏതാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എഴുതണം വേ ആണെന്ന് അറിയാം. പറ്റിക്കണം, നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ടേബിൾ വരച്ച് എക്സും വൈ ഒക്കെ വരച്ച് പഠിച്ചതാണ്. അതുകൊണ്ട് വൈയിലെ സർവനാമം നമ്മൾ നോക്കി മനസ്സിലാക്കി. ഉനുക്കോ ഉനേ വരുന്നത് എവിടെയാടാ? കോ ആണ്. വേയുടെ കൂടെ കോ ചേർന്നപ്പോൾ ഉനുക്കോ ഉനേ വന്നു എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇനേ ആണെങ്കിൽ എന്താടാ? ഇനേ ആണെങ്കിൽ നമുക്കറിയാം അത് ഏലായിരിക്കും എന്നൊരു ഐഡിയ നമുക്കുണ്ട്. ക്ലിയർ അല്ലടാ? അടുത്ത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? അടുത്ത് എന്ത് കിട്ടും? ഇവിടെ എന്ത് കിട്ടും? ഉൻസേ. ഇവിടെ എന്ത് കിട്ടും? ഉൻസേ, ഉൻമേം, ഉൻപർ, ഉൻകെ ലിയെ അവർക്ക് വേണ്ടിയിട്ട്. അടുത്ത യഹ് ആണെങ്കിൽ എന്താടാ? യഹ് പ്ലസ് ക, ഇസ്ക, ഇസ്കെ, ഇസ്കി, ഇസ്നെ, ഇസ്കോ, ഇസ്സേ, ഇസ്മേം, ഇസ്പർ. ഓക്കെ, ഇസ്പർ, इसके लिए. ഇതാണ് വരിക. ബ്ലാങ്ക് ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലടാ, പഠിച്ചതല്ലേ? ഈസി അല്ലേ? റെഡി അല്ലേ? ഇസായി. ഓക്കെ, യഹ് പ്ലസ് ക എന്തായി മാറി? ഇസായി മാറി. ഇവിടെ ഉസ് ആണെങ്കിൽ ഇവിടെ ഇസായി മാറി. ഇനി എ ആണെങ്കിൽ എന്താടാ? എ ആണെങ്കിൽ ഇനുക്ക,
ഇനിക്കെ. ഈസി, വെരി സിമ്പിൾ, വി നോ ദാറ്റ് യാർ. ഇനി നമുക്ക് എന്ത് ചെയ്താ, ആരെ കൊണ്ട് എന്നെ തടുക്കാൻ കഴിയില്ല, വി ആർ അൺസ്റ്റോപ്പബിൾ എന്നൊരു കോൺഫിഡൻസ് കിട്ടിയില്ലടാ. പരിപാടി സിമ്പിൾ അല്ലേ? ഇത് നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇതെന്താണ്, ഇന്നോനെ, ഇത് ഇന്നോനെ. ഓക്കെ, സോ ക്ലിയർ അല്ലേ? ഓക്കെ, പ്ലസ് നൈസിനെ ഇനോനെ കറക്റ്റ്, ക്ലിയർ അല്ലേ? യെസ്. അടുത്തെന്താണ്, ഇനിക്കോ ഇനെ. ഇവിടെയാണ് ഇനിക്കോ വരും, ഇനിക്കോ അല്ലെങ്കിൽ ഇനേം എന്ന് വരും. ഇനിക്കോ അല്ലെങ്കിൽ ഇനെ, ഇവിടെ രണ്ടെണ്ണം വരും. സോ ഇനിക്കോ അല്ലെങ്കിൽ ഇനേം എന്ന് ചോദിച്ചിട്ട് ആരാണ് സർവനാമം ചോദിച്ചു കഴിഞ്ഞാൽ എ എന്ന് എഴുതണം. ക്ലിയർ അടാ? ഇങ്ങോട്ട് ഇമ്പോർട്ടൻസ് കുറവാണ്. ഇൻസേ, ഇനുമേം എന്ന് വരും. ഓക്കെ, ഇവിടെ എന്താണ്, തും പ്ലസ് കാ തുമാര, തുമാരെ, തുമാരി, തുമിനെ, തുംകോ തുമേ, തുംകോ തുമേ. അതെവിടെയാണ്, തുമ്മാണ്. തുംകോ തുമേ, തുംസേ, തുമ്മേ, തുംപർ, തുമാരേ ലിയേ. തുംകേലിയ എന്നല്ല, തുംകേലിയ എന്നല്ല, തുമാരേലിയ, നിങ്ങൾക്ക് വേണ്ടി തുമാരേലിയ എന്നാണ് വരിക. അടുത്തതാണ് ഹം പ്ലസ് കാ, ഹമാര, ഹമാരെ, ഹമാരി, ഹമനെ, ഹംകോ, ഹമേ, ഹംസേ, ഹമ്മേ, ഹംപർ, ഹമാരേലിയെ, ഞങ്ങൾക്ക് വേണ്ടി. ഇതാണ് ഈ സർവനാം വിഭക്തി എന്ന് പറയുന്നത്. ഈസി അല്ലടാ? ഫുള്ളായിട്ട് കിട്ടിയില്ലേ? വെരി സിമ്പിൾ, വെരി ഹമ്പിൾ. ഇതാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഒരിക്കലും മറക്കത്തില്ല. ഇതുപോലെ ഒന്ന് ടേബിൾ വരച്ച് എഴുതി നോക്കിയടാ. എങ്ങനെയുണ്ടാ? ഈസി അല്ലേ? സൂപ്പർ അല്ലേ? പക്കയല്ലേ? കമന്റ് ബോക്സ് ഒന്ന് ഫയർ ഇട്ടടാ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ഫുള്ളായിട്ടൊന്ന് ഫയർ ഇട്ടെ. ഇതാണ് ഈ സർവനാം വിഭക്തി എന്ന് പറയുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ പരിപാടി സിമ്പിൾ. നമ്മൾ മൊത്തമായിട്ട് ഈ സർവനാം വിഭക്തി പഠിച്ചിരിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലടാ? സർവനാം വിഭക്തിയിൽ എന്ത് ചോദിച്ചാലും സർവനാം എന്ന് പറയുന്നത് y ആക്സിസിലാണ്, വിഭക്തി എന്ന് പറയുന്നത് x ആക്സിസിലാണ്. ഈസി, റൈറ്റ്, വെരി സിമ്പിൾ. റെഡി? സോ പഠിച്ചില്ലടാ? ഇനി അടുത്തതാണ് നിങ്ങളുടെ ടെൻസ് ചേഞ്ച് ചെയ്യുക. നിങ്ങൾ എപ്പോഴും ഡൗട്ട് വരുന്നതാണ് ഈ വർത്തമാന കാലത്തിൽ നിങ്ങൾ എപ്പോഴും എഴുതുമ്പോൾ ഈ ഹാ വെച്ച് കാണുന്ന ആളൊക്കെ എന്താടാ വർത്തമാന കാലത്തിലാണ് ഉണ്ടാവുക. ഹേ ആണ്, ഹൈമാണ്, ഹും ആണ്, മേ വരുമ്പോൾ ഹും ആണ്, ഹൂ ആണ്, ഇതൊക്കെ ഹോ ആണ്. ഇതൊക്കെ എന്താണ് വർത്തമാന കാലത്തിലാണ് എന്ന് നിങ്ങൾ ഓർക്കുക. പ്രസന്റിലാണ്. അപ്പോൾ പാസ്റ്റിൽ എന്താ പറയുക? പാസ്റ്റിൽ വരുവാണെങ്കിൽ ഒന്നിക്കൽ ഇതുപോലെ താ, പടുത്ത ഥാ, ഥാ, ഥേ, ഥി, അല്ലെങ്കിൽ എന്താണ് ഗയ, അല്ലെങ്കിൽ ഗൈ, ലിഖ. ഇതൊക്കെ ഈ ആ ഇ എ വെച്ച ഉച്ചാരണം. ആ ഇ എ എ എ എന്ന ഉച്ചാരണങ്ങളൊക്കെ വരുന്നതാണ് ഈ പാസ്റ്റിൽ വരുമ്പോൾ. പാസ്റ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക. പാസ്റ്റ്, ഓക്കെ, പാസ്റ്റിൽ ഇങ്ങനെ അവസാനിക്കുന്നതാണ് കാണുക. മറിച്ച് ഫ്യൂച്ചർ ആണെങ്കിൽ എന്താടാ? ഫ്യൂച്ചറിലാണെങ്കിൽ ഗാ, ജായേ ഗാ, ഗായേ ഗാ, ഗായേ ഗീ. ഈ ഗാ ഗേ ഗീ വെച്ച് വരുന്നതാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ജസ്റ്റ് സിമ്പിളായിട്ട് നിങ്ങൾ അറിഞ്ഞു വെച്ചോ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഹാ വെച്ചിട്ടാണ് സെൻറ്റൻസ് അവസാനിക്കുന്നുണ്ടെങ്കിൽ അത് വർത്തമാന കാലത്തിലാണ് അവസാനിക്കുന്നത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. പ്രസൻറ്റിലാണ്. ഹാ വെച്ചിട്ടാണ് നിങ്ങളൊരു സെൻറ്റൻസ് അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വർത്തമാന കാലത്തിലാണ്. പല കുട്ടികളെ എഴുതുമ്പോഴൊക്കെ ആ ടെൻസിൻ്റെ വ്യത്യാസം അങ്ങനെയാണ് വരുന്നത്. ഇനി താ തേ തി, ഓക്കെ, ഓ ഖയാ ഥാ പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഖയാ പോയി. ഈ ഒരു സാധനമാണ് പാസ്റ്റിൽ ഉണ്ടാവുക, പോയി എന്ന് പറയാൻ. അടുത്ത ഫ്യൂച്ചറിലാണെങ്കിൽ ജാവുങ്ക, മേ ജാവുങ്ക, ഞാൻ പോകും. ഗാ ഗേഗി, ഓ പടേഗ, ഓ ലിഖേഗ, അവൻ വായിക്കും, അവൻ എഴുതും. അതൊക്കെ ഫ്യൂച്ചറിൽ പറയുന്ന സാധനമാണ് ഈ ഗാ ഗേഗി. സോ ടെൻസിൻ്റെ വളരെ സിമ്പിളാണ്, വളരെ ഹമ്പിളായിട്ട് പറയാണ്. ടെൻസിൽ നിങ്ങൾ ഇത്രയൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് തിരുത്താം. ഇങ്ങനെയാണ് ടെൻസിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. സർവനാം നമ്മൾ മെയിനായിട്ട് നമ്മൾ പഠിച്ച ആൾ സർവനാമാണ്. സോ സർവനാമിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ ടെൻസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ സർവനാം നിങ്ങൾക്ക് എളുപ്പമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഈ നോട്ട്സൊക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ലഭിക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ വാട്സപ്പ് ചാനലിൽ ക്ലാസ് 8ൻ്റെ ഈ ഒരു വാട്സപ്പ് ചാനൽ എന്ത് ചെയ്യണം? നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യുക. ക്ലാസ് 8ൻ്റെ ഒരു വാട്സപ്പ് ചാനൽ നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം ജിമ്മൻ സാർ എജുപോർട്ട് ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മതി. ഓക്കെ, ജിമ്മൻ സാർ എന്ന് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ ഒരു വാട്സപ്പ് ചാനൽ ലിങ്ക് ആ പ്രൊഫൈലിൽ നിങ്ങൾക്ക് കാണുന്നതാണ്. നേരെ പോയിട്ട് ഈ വാട്സപ്പ് ചാനൽ ക്ലാസ് 8ൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്ത് വെച്ചോ. പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ആ ഒരു വാട്സപ്പ് ചാനൽ എന്തായാലും ജോയിൻ ചെയ്ത് വെച്ചോ. സ്റ്റിക്ക് വെച്ചോ. സോ ഈ ഒരു വീഡിയോ എത്രമാത്രം നമ്മുടെ സർവനാം ഇനി നിങ്ങൾക്ക് മറക്കത്തില്ല. ഇനി 9, 10 ഒക്കെ വന്നാൽ എനിക്ക് മറക്കത്തില്ല. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ കിട്ടുന്ന കമന്റ് ബോക്സിൽ അറിയിക്കാം. സോ ടീക്ക് വെച്ചോ. മിൽത്തെ ഹാഗ്ലി വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. ഒരു മാർക്കിന് നമ്മൾ എക്സാമിൽ മിസ്സാക്കത്തില്ല. വി അണ്ടർസ്റ്റുഡ്, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. സോ ടീക്ക് വെച്ചോ. മിൽത്തെ ഹാഗ്ലി വീഡിയോ തब तक के लिए धन्यवाद. जय हिंद एंड थैंक यू.